യെസ് മഞ്ജുഷ്, ഇതാണ് ലീഗിന്റെ നിലപാട്. ലീഗ് പക്ഷേ വ്യക്തത വരുത്തിയിട്ടില്ല. കാരണം ഇപ്പോഴും കോടതിക്ക് പുറത്തെ വിഷയങ്ങൾ പറഞ്ഞാണ് അവർ നിൽക്കുന്നത്. പക്ഷേ അത് സജിത്ത്, പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് മുൻപ് അദ്ദേഹം സ്വീകരിച്ചിരുന്ന അതേ നിലപാട്, ലീഗിന്റെ അതേ നിലപാട് തന്നെ പി.കെ. കുഞ്ഞാലിക്കുട്ടി ആവർത്തിക്കുകയാണ്. അതായത് സർക്കാരാണ് ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കേണ്ടത്. ഇതാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. അത് മാത്രമല്ല, പി.കെ. കുഞ്ഞാലിക്കുട്ടി മുൻപ് മതസംഘടനകളുടെ യോഗത്തിന് ശേഷം പറഞ്ഞ ഒരു കാര്യം നമുക്കെല്ലാം അറിയാവുന്നതാണ്. അന്ന് അദ്ദേഹം പറഞ്ഞത് മുസ്ലിം സമുദായത്തിലെ ഒരു മതസംഘടനയ്ക്കും ഇക്കാര്യത്തിൽ എതിർപ്പില്ല. മുനമ്പത്ത് വഖഫ് ഭൂമി എന്ന രീതിയിലുള്ള ഒരു അവകാശവാദം ഉന്നയിക്കുകയില്ല. ഇക്കാര്യത്തിൽ സർക്കാർ ഒരു നിലപാട് സ്വീകരിക്കണം. അതായത് സർക്കാരാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് എന്നായിരുന്നു മുസ്ലിം ലീഗിന്റെ നിലപാട്. പക്ഷേ സമസ്തയുടെ ഇപ്പോഴത്തെ നിലപാട് നോക്കാം. ഇന്നലത്തെ പൊതുസമ്മേളനത്തിൽ ഉമർ ഫൈസി മുക്കം പറഞ്ഞതും ഇന്ന് സുപ്രഭാതത്തിൽ എഴുതിയിരിക്കുന്ന മുസ്തഫ മുണ്ടുപാറയുടെ SYSന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹം. ആ ലേഖനത്തിലും കൃത്യമായി പറയുകയാണ്, ഈ വിഷയത്തിൽ സർക്കാരിന്റെ മുന്നിലേക്ക് ഒരു തീരുമാനം എടുക്കുവാനായിട്ട് ഇട്ടുകൊടുക്കരുത് എന്നാണ്. അതായത് ലീഗിനെതിരെയുള്ള ഒരു വിമർശനമാണ്. അത് മാത്രമല്ല, മതസംഘടനകളുടെ യോഗത്തിന് ശേഷം ഉണ്ടായ ആ നിലപാട്, അതിൽ സമസ്തയ്ക്ക് എതിർപ്പുണ്ട്. ഇക്കാര്യം ആ ലേഖനത്തിൽ പറയുകയാണ്. ഇത് വഖഫ് ഭൂമിയാണ് മുനമ്പത്തേത്. അതിനുള്ള കാരണം അദ്ദേഹം വ്യക്തമാക്കുന്നത്, മുസ്തഫ മുണ്ടുപാറ ഈ ലേഖനത്തിൽ വ്യക്തമാക്കുന്നത് 4 കാര്യങ്ങളാണ്. ഒന്ന്, വഖഫ് നടത്തിയ വ്യക്തി, വഖഫ് അനുഭവിക്കുന്ന വ്യക്തി, അതുപോലെ തന്നെ വഖഫ് ചെയ്യപ്പെട്ട സ്ഥലം, അതുപോലെ തന്നെ ഈ ആധാരത്തിൽ പറഞ്ഞിരിക്കുന്ന പദങ്ങൾ, ഇത് 4 എണ്ണവും വഖഫ് നിയമത്തിന് അനുകൂലമാണ്. അതിനാൽ തന്നെ ഇത് വഖഫ് ഭൂമിയാണ്, അതിലൊരു സംശയവുമില്ല. മാത്രമല്ല, അത് ഫറൂഖ് കോളേജാണ് ഇക്കാര്യത്തിൽ ഒരു വീഴ്ച വരുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം സമസ്ത ഈ ലേഖനത്തിൽ പറയുന്നു. ഇന്നലെ ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രസംഗത്തിലും ഇക്കാര്യം തന്നെ പറയുകയാണ്. അപ്പോൾ ഫറൂഖ് കോളേജ് വരുത്തിയ ഒരു വീഴ്ചയ്ക്ക് അത് വഖഫ് അല്ല എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഈ ഭൂമി മുനമ്പം നിവാസികൾക്ക് വിട്ടുകൊടുക്കുക എന്നുള്ള നിലപാട് സമസ്തയ്ക്ക് എടുക്കുവാൻ കഴിയില്ല എന്ന് മുസ്തഫ മുണ്ടുപാറ ഈ ലേഖനത്തിൽ പറയുന്നു. അതായത് സമസ്തയുടെ ഔദ്യോഗികമായ നിലപാടാണ്. സമസ്തയുടെ മറ്റു നേതാക്കളെയും ഇക്കാര്യത്തിൽ വിളിച്ചിരുന്നു. അവർ പറഞ്ഞു ഇത് സമസ്തയുടെ നിലപാടാണ്. പക്ഷേ ഇവിടെ ഒരു വർഗീയ ചേരിതിരിവ് ഉണ്ടാകാൻ പാടില്ല. മുനമ്പം നിവാസികളെ അവിടെ നിന്ന് ഇറക്കി വിടാനും പാടില്ല. ഈ നിലപാടാണ് സമസ്തയ്ക്കുള്ളത്. പക്ഷേ ഈ ഭൂമിക്ക് പകരം മറ്റൊരു ഭൂമി ഏറ്റെടുത്തുകൊണ്ടാണ് ഈ വിഷയം പരിഹരിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു നിലപാട് എന്തായാലും സമസ്തയ്ക്കില്ല. സമസ്തയ്ക്ക് അതിനോടൊപ്പം നിൽക്കാൻ പറ്റുകയില്ല എന്നും സമസ്ത നേതൃത്വം പറയുമ്പോൾ, ഇത് മുസ്ലിം ലീഗ് എന്ത് നിലപാടാണോ എടുത്തിരിക്കുന്നത്, ഈ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഈ വിഷയം സർക്കാരിന്റെ മുകളിൽ കെട്ടിവെച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയ നേട്ടം കൂടി ഉണ്ടാക്കിയെടുക്കുവാനുള്ള ലീഗിന്റെ ആ നിലപാടിനെയാണ് ഇപ്പോൾ സമസ്തയുടെ ഈ എതിർപ്പോടുകൂടി അത് വൃഥാവിലായിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം ലീഗ് എന്ത് നിലപാടെടുത്തോ അതിന് ഘടകവിരുദ്ധമായ ഒരു നിലപാടാണ് ഇപ്പോൾ സമസ്ത സ്വീകരിച്ചിരിക്കുന്നത്. സമസ്തയ്ക്ക് പക്ഷേ ഇങ്ങനെ ഒരു നിലപാടെടുക്കുവാനേ കഴിയുകയുള്ളൂ. കാരണം മുസ്ലിം സമുദായത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഇത്. വഖഫ് ഭൂമി അല്ല എന്ന് സമസ്ത ഒരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ മറ്റു വഖഫ് ഭൂമികളെ കുറിച്ചുള്ള തർക്കത്തിലും സമസ്തയ്ക്ക് ഒരു നിലപാടെടുക്കേണ്ടി വരും. ഈ ലേഖനത്തിൽ വ്യക്തമായി പറയുകയാണ്, വഖഫ് ഭൂമികൾ അന്യാധീനപ്പെടാതിരിക്കുവാനുള്ള ഒരു ശ്രമമാണ് മുസ്ലിം മതസംഘടനകൾ നടത്തേണ്ടത്. അതിനൊപ്പം മാത്രമേ സമസ്തയ്ക്ക് നിൽക്കുവാൻ കഴിയുകയുള്ളൂ. അതിനാൽ തന്നെ ഇവിടെ ഒരു വർഗീയ ധ്രുവീകരണം നടക്കുന്നു എന്നാണ് സമസ്ത പറയുന്നത്. അതിനാൽ തന്നെ ഇപ്പോൾ മുനമ്പം സമരം നടത്തുമ്പോൾ അതിനൊപ്പം നിൽക്കുന്നവർക്ക് ഒപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സമസ്തയ്ക്ക് കഴിയുകയില്ല. അതുകൊണ്ട് സമസ്ത തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുന്നു. അത് ലീഗ് എടുത്ത നിലപാടിന് വിരുദ്ധമാണ്. ഇത് വഖഫ് ഭൂമിയാണ് മുനമ്പത്തേത്. അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കേണ്ടത് സർക്കാർ അല്ല എന്നുള്ള കാര്യമാണ് സമസ്ത വ്യക്തമാക്കുന്നത്. ലീഗ് എടുത്തിരിക്കുന്ന നിലപാടാകട്ടെ സർക്കാരാണ് ഇവിടെ ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ടതും ഇത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടതും എന്നാണ്. അത് മാത്രമല്ല, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഈ വിഷയത്തിൽ ഒരു പരസ്യ പ്രതികരണം നടത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല. കാരണം ആധാരം പരിശോധിക്കുമ്പോൾ തന്നെ അവിടെ വഖഫ് എന്ന പദങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇത് ഗിഫ്റ്റായിട്ട് ദാനമായിട്ട് നൽകിയ ഭൂമിയാണ്. അത് ക്രയവിക്രയത്തിനുള്ള കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അനന്തരാവകാശികൾക്ക് തിരിച്ചു കൊടുക്കണം അവിടെ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം വഖഫ് പ്രകാരം നൽകിയതല്ല എന്നതൊരു ഉദാഹരണമാണെന്ന് ലീഗിന്റെ നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. പിന്നെ ലീഗിന്റെ മറ്റൊരു നിലപാട് എന്ന് പറയുന്നത് ഇത് മുനമ്പ നിവാസികളെ ഇറക്കി വിടരുത് എന്നുള്ള കാര്യമാണ്. അതിനോട് പക്ഷേ സമസ്ത യോജിക്കുകയാണ്. അതിനോടൊപ്പം തന്നെയാണ് ഞങ്ങൾ. പക്ഷേ എന്ന് വെച്ചുകൊണ്ട് ഒരു വഖഫ് ഭൂമി ബലി കൊടുത്തുകൊണ്ട് ഈ വിഷയം പരിഹരിക്കുക എന്നുള്ള നിലപാടിനൊപ്പം ചേരാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്നുള്ള കാര്യം സമസ്ത പറയുകയാണ്. സമസ്ത ഇക്കാര്യത്തിൽ കൂടുതൽ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇന്നലെ മുതലക്കുളത്ത് ചേർന്ന അങ്ങനെ ഒരു സമ്മേളനമായിരുന്നു. ആ സമ്മേളനത്തിൽ ഉമർ ഫൈസി മുക്കം ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതായത് സമസ്തയിലെ ലീഗ് വിരുദ്ധരും ലീഗ് അനുകൂലികളും രണ്ടുപേരും ഒരേ നിലപാട് 2 ദിവസത്തിനുള്ളിൽ തന്നെ എടുത്തിരിക്കുന്നു എന്ന കാര്യം ഇതിൽ അതുകൂടി ചേർത്ത് വായിക്കേണ്ടതാണ്. ഇന്നലെ ഉമർ ഫൈസി മുക്കം പറഞ്ഞു. പിന്നാലെ ഇന്ന്
സുപ്രഭാതം CEO മുസ്തഫ മുണ്ടുപാറയുടെ ലേഖനം വരികയാണ്. അപ്പോൾ സമസ്തയ്ക്ക് ഇതുവരെ സമസ്ത ഇക്കാര്യത്തിൽ പരസ്യമായ ഒരു നിലപാട് പുറത്തു പറയാതെ ഇരിക്കുകയായിരുന്നു. അവർ അങ്ങനെ ചർച്ചകളിൽ വരുന്നില്ലായിരുന്നു. പക്ഷെ അവരോട് സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ നിലപാട് ഇതാണ്, PK കുഞ്ഞാലിക്കുട്ടി അന്ന് പറഞ്ഞതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, അങ്ങനെ ഒരു തീരുമാനം മതസംഘടനകൾക്ക് എടുക്കാൻ പറ്റുകയില്ല എന്നും പറഞ്ഞിരുന്നു. അങ്ങനെ മുനമ്പം വിഷയം ഇപ്പോൾ സമസ്ത ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചതോടുകൂടി വെട്ടിലായിരിക്കുന്ന മുസ്ലിം ലീഗാണ്. സജിത്ത്, അക്കാര്യത്തിൽ സംശയമില്ല. മഞ്ജുഷ, ഒരു കാര്യം കൂടി, ഇത് യഥാർത്ഥത്തിൽ ഇതിന്റെ ലീഗിനുണ്ടാവുന്ന രാഷ്ട്രീയ പ്രതിസന്ധിക്കും അപ്പുറം ഇത് നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയ വേർതിരിവ് രൂക്ഷമാക്കാൻ ഇടവയ്ക്കുക കൂടിയില്ലേ എന്നൊരു വിഷയം കൂടിയില്ലേ? കാരണം ഇത് വഖഫ് ഭൂമിയല്ലെന്നും ആരും അവകാശവാദമായി മുന്നോട്ട് വരില്ലെന്നുമാണ്, ഇത് വർഗീയ പ്രചരണമാണ് ഈ സമരത്തിന് പിന്നിൽ എന്ന വാദം ഉന്നയിക്കുന്നവർ മുന്നോട്ട് വെച്ചിരുന്ന ഒരു വാദം. അതിന് വിരുദ്ധമായി ഇത് വരികയാണല്ലോ. കാരണം ഇപ്പോൾ മുനമ്പത്ത് സമരം ചെയ്യുന്നവർക്ക് അവരുടെ വാദഗതികൾ ഒന്നുകൂടെ ശക്തമായി ഉന്നയിക്കാനുള്ള ഇടവെക്കുന്ന സംഭവം കൂടിയായി ഇത് മാറിയില്ലേ? ശരിയാണ്. ഇന്നത്തെ ലേഖനത്തിന്റെ ഹെഡിങ് തന്നെ അതാണ്, വഖഫ് ഭൂമി അഡ്ജസ്റ്റുകൾക്കുള്ളതല്ല എന്ന് സമസ്ത പറയുമ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് വഴിയുള്ള ഒരു പ്രശ്ന പരിഹാരത്തിനൊപ്പം നിൽക്കുകയില്ല എന്നുള്ള കാര്യം സമസ്ത പറയുകയാണ്. രണ്ട് തരത്തിലുള്ള ഓപ്ഷനാണല്ലോ ഇക്കാര്യത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, പകരം ഭൂമി വഖഫ് ബോർഡിന് നൽകിക്കൊണ്ട് മുനമ്പത്ത് ഈ മുനമ്പം നിവാസികൾ തുടർന്നും താമസിക്കട്ടെ എന്നുള്ളത്. രണ്ട്, മുനമ്പം നിവാസികൾക്ക് പകരം ഭൂമി കൊടുക്കുക എന്നുള്ളത്. പക്ഷേ സമസ്ത അതിനോട് യോജിക്കുന്നില്ല. അതിനർത്ഥം എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിലെ മതസംഘടനകൾക്ക് ഇക്കാര്യത്തിൽ ഒറ്റ നിലപാട് മാത്രമാണ്, അത് മുനമ്പത്ത് പ്രശ്നം പരിഹരിക്കുന്നത് വഖഫ് ഭൂമി ബലി കൊടുത്തുകൊണ്ടാവരുത്. അതിനൊരു ഒരു കാരണം കൂടി അവർ ചൂണ്ടിക്കാട്ടുകയാണ്. അങ്ങനെ വരുമ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ ഈ വഖഫ് ഭൂമിയെക്കുറിച്ചുള്ള തർക്കം നിലനിൽക്കുന്ന സ്ഥലങ്ങളിലും ഇത്തരമൊരു നിലപാട് സ്വീകരിക്കേണ്ടി വരും, അത്തരമുള്ള അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വഴങ്ങേണ്ടി വരും. അതിന് തയ്യാറല്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതുമാത്രമല്ല, നിസാർ കമ്മീഷൻ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇത് വഖഫ് ഭൂമിയാണ് എന്നുള്ളത്. അപ്പോൾ അന്യാധീനപ്പെട്ടു പോയ, വഖഫ് അല്ലാതെ അന്യാധീനപ്പെട്ടു പോകുമായിരുന്ന ഒരു ഭൂമി കണ്ടെത്തി അതിനെ വഖഫാക്കി മാറ്റിയെടുത്തതാണ്. ഇക്കാര്യമാണ് പറയുന്നത്. അവിടെ ഫറൂഖ് കോളേജിന് തെറ്റുപറ്റിയിട്ടുണ്ട്, മാറി മാറി വരുന്ന സർക്കാരുകൾക്കും തെറ്റുപറ്റിയിട്ടുണ്ട്, വഖഫ് ബോർഡിനും തെറ്റുപറ്റിയിട്ടുണ്ട് നേരത്തെ. പക്ഷേ അത് വഖഫ് ഭൂമിയാക്കി പിന്നീട് മാറ്റുകയും ചെയ്തു. അതിനോട് സമസ്ത യോജിക്കുകയുമാണ്. പക്ഷേ ഈ സമയത്ത് ഇങ്ങനെ ഒരു സമരത്തിന്റെ പേരിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ട് ഈ ഭൂമി വഖഫ് ഭൂമി അല്ല എന്നാക്കി തീർത്തുകൊണ്ട് മുനമ്പം നിവാസികൾക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്നാണ് സമസ്ത പറയുന്നത്. ഇതൊരു ചർച്ചയുടെ ടേബിളിലേക്ക് പോകുന്ന ഈ സമയത്ത് സമസ്തയുടെ ഈ നിലപാട് വളരെയധികം നിർണായകമാണ്. അതുമാത്രമല്ല, ലീഗിന് ഇതൊരു വലിയ പ്രശ്നമായി തീരുവാനും സാധ്യതയുണ്ട്. കാരണം ലീഗ് ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയ നേട്ടം കൂടി ലക്ഷ്യം വെക്കുന്നുണ്ടല്ലോ. UDF പൊതുവെ ഒരു രാഷ്ട്രീയ നേട്ടം ലക്ഷ്യം വെക്കുന്നുണ്ട്. ഇവിടെ LDF ആണ് ഇക്കാര്യത്തിൽ, CPM ആണ് ഇക്കാര്യത്തിൽ മുസ്ലിം സമുദായത്തിനോടൊപ്പം ചേരാത്തത് എന്ന രീതിയിലുള്ള ഒരു നറേറ്റീവ് ഉണ്ടാക്കി എടുക്കുവാനായിട്ട് ലീഗിന് കഴിയുന്നുണ്ടായിരുന്നു. പക്ഷേ ലീഗിന്റെ ആ ഒരു ശ്രമം ഇവിടെ പാളുകയാണ്. കാരണം സമസ്ത ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട്, പക്ഷേ ഈ ലേഖനം വന്നതിന് ശേഷവും PK കുഞ്ഞാലിക്കുട്ടി അതേ നിലപാട് തന്നെയാണ് ഇന്ന് പറഞ്ഞത്. അവിടെ ഒരു ചർച്ചയിലൂടെ കാര്യങ്ങൾ പരിഹരിക്കട്ടെ എന്ന് അദ്ദേഹം ആവർത്തിക്കുകയാണ്. മതസംഘടനകൾക്ക് ഇക്കാര്യത്തിൽ ഒരു എതിർപ്പ് ഉണ്ടാവുകയില്ല എന്ന്. പക്ഷേ സമസ്ത ഇങ്ങനൊരു നിലപാട് സ്വീകരിച്ചതോടുകൂടി ലീഗിന്റെ ആ നിലപാട് ഒരു പ്രശ്നമായി മാറുകയാണ്. അത് മാത്രമല്ല, ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് സജിത്ത്. ഇവിടെ വഖഫ് ബോർഡിൽ അംഗങ്ങളായിട്ട് രണ്ട് ലീഗിന്റെ ആളുകളുണ്ട്. ഒന്ന് ലീഗ് MLA ആയ ഉബൈദുള്ളയുണ്ട്, പിന്നെ മുൻ MLA കൂടിയായ MC മൈൻ ഹാജിയുണ്ട്. അപ്പോൾ അവർക്കും ഈ സമസ്തയൊക്കെ സ്വീകരിക്കുന്ന പോലെയുള്ള നിലപാടേ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. MC മൈൻ ഹാജി കഴിഞ്ഞ ദിവസം നമ്മളോട് തന്നെ പറഞ്ഞതാണ്, നമ്മളുടെ ഒരു ചർച്ചയിൽ തന്നെ അദ്ദേഹം പറഞ്ഞതാണ്, ഇത് വഖഫ് ഭൂമി അല്ല എന്ന് പറയുവാൻ പറ്റുകയില്ല എന്ന്. അപ്പോൾ അതിനേക്കാൾ കടന്നുകൊണ്ട് വഖഫ് ഭൂമി അല്ല എന്ന് ഉറപ്പിച്ചുള്ള നിലപാടെടുത്തിരിക്കുകയാണ് സമസ്ത. മൈൻ ഹാജി എന്ന് പറഞ്ഞ് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന് തീർത്തു പറയാൻ പറ്റുകയില്ല. പക്ഷേ അതിൽ വഖഫ് ഭൂമി ആണ് എന്നതിലേക്ക് വെളിച്ചം വീശുന്ന കാര്യങ്ങൾ വഖഫ് ആധാരത്തിലുണ്ട് എന്ന്. പക്ഷേ സമസ്ത കൃത്യമായി പറയുകയാണ് ഇത് വഖഫ് ഭൂമിയാണ് എന്ന്. അപ്പോൾ മുസ്ലിം മതസംഘടനകളുടെ നിലപാട് ഇത് തന്നെയായിരിക്കും. ആ ചർച്ചയുടെ ടേബിളിലേക്ക് പോകുമ്പോൾ അതൊരു പ്രശ്നമുണ്ടാക്കുന്ന കാര്യമാണ്. അഡ്ജസ്റ്റ്മെന്റുകൾക്ക് എന്തായാലും ഇവർ തയ്യാറാവുകയില്ല. യെസ്, മഞ്ജുഷ് സൂചിപ്പിച്ചതാണ്. എന്തായാലും വഖഫ് വിഷയം, മുനമ്പം വിഷയം, അത് കൂടുതൽ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നതാണ് രാഷ്ട്രീയ സാഹചര്യം. ഈ വിഷയത്തിൽ എങ്ങനെ പരിഹാരമുണ്ടാക്കും എന്നത് വെല്ലുവിളിയായി തുടരുകയാണ്. മഞ്ജുഷ, ഒരു കാര്യം കൂടി, ഈ സർക്കാർ ഇതിൽ എങ്ങനെ പരിഹാരമുണ്ടാക്കും എന്ന ചോദ്യത്തിന് കഴിഞ്ഞ ദിവസം വഖഫ് മന്ത്രി അബ്ദുറഹ്മാനുള്ള ചോദ്യത്തിന് തന്നെ കോടതിയുടെ പരിഗണനയിലാണ്, അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ പറയുന്നില്ല എന്നതായിരുന്നു മറുപടി. സർക്കാരിന് മുന്നിൽ വെല്ലുവിളി ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ. ഒന്ന്, ഉപതെരഞ്ഞെടുപ്പ് എന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട്. രണ്ട്, കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ ഒരു മന്ത്രിയും സർക്കാരും എന്ത് നിലപാടെടുക്കുമെന്ന ചോദ്യമുണ്ട്. കോടതിക്ക് പുറത്ത് എന്ത് പരിഹാരമെന്നതിലും വ്യക്തതയില്ല. അങ്ങനെ സർക്കാർ ശ്രമിക്കുന്ന പരിഹാര ശ്രമങ്ങൾക്ക് കൂടി വെല്ലുവിളി ഈ നിലപാടുകളൊക്കെ സമ്മർദ്ദമായി മാറുന്നുണ്ടോ? അല്ല, ഇത് സ്വാഭാവികമായിട്ടും സമസ്തയ്ക്ക് ഇത്തരം ഒരു നിലപാടേ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവരിത് പരസ്യമായിട്ട് സമസ്ത ഇത് പറഞ്ഞില്ല എങ്കിൽ അവർക്ക്
തങ്ങളുടെ അണികളെ ഇക്കാര്യത്തിൽ വിശ്വാസത്തിലെടുക്കാൻ കഴിയാതെ വരും. അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. സമസ്തയെ വിശ്വാസത്തിലെടുക്കാൻ അണികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യമേ ഒരു മതസംഘടനയ്ക്ക് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. പക്ഷേ മുസ്ലിം ലീഗിന് അങ്ങനെയല്ല. അവർക്ക് ഇക്കാര്യത്തിൽ ഒരു സമവായമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്നും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അത് LDF-നെതിരെ പ്രയോഗിക്കുവാനുമുള്ള ആ ഒരു സാഹചര്യമൊക്കെയുണ്ട്. പക്ഷേ ഈ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് എന്ന രീതിയിലേക്ക് പോകുമ്പോൾ മതസംഘടനകളെ കൂടി കേൾക്കേണ്ടി വരില്ലേ എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. അത് മാത്രമല്ല, അന്യാധീനപ്പെട്ടു പോയിരിക്കുന്ന മറ്റു വഖഫ് ഭൂമികളിൽ അവകാശവാദം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുമ്പോൾ എല്ലായിടത്തും ഇത്തരം ഒരു അഡ്ജസ്റ്റ്മെന്റ് ഞങ്ങളെ കൊണ്ട് പറ്റുകയില്ല എന്ന് ഒരു മതസംഘടന തന്നെ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ഇക്കാര്യം ഒരു ചർച്ചയുടെ രീതിയിലേക്ക് പോകുമ്പോൾ അത് സർക്കാരിന് സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഇതിൽ രണ്ട് പക്ഷത്തെയും കേൾക്കേണ്ട ഒരു സാഹചര്യം സ്വാഭാവികമായും ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. കോടതിയിലിരിക്കുന്ന ഒരു വിഷയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം സർക്കാർ ഇക്കാര്യത്തിൽ തലയൂരി നിൽക്കുകയാണ്. അത് ഈ നികുതി അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നമാണ്. ഇക്കാര്യത്തിൽ കോടതിയിൽ നിന്നൊരു നിലപാട് വരട്ടെ എന്ന് സർക്കാർ പറയുമ്പോഴും നിലവിലെ വഖഫ് നിയമം അനുസരിച്ച് വഖഫ് ബോർഡിനാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുവാൻ ഉള്ള അധികാരം എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ വഖഫ് ബോർഡിനെ കൊണ്ട് അത്തരം ഒരു തീരുമാനം എടുപ്പിക്കാൻ സർക്കാർ പോയി കഴിഞ്ഞാൽ എതിർവശത്ത് സമസ്ത പോലെയുള്ള സംഘടനകൾ ഇങ്ങനെ എതിർപ്പുമായിട്ട് രംഗത്ത് വരും എന്ന കാര്യവും അറിയാം. അപ്പോൾ ഈ ഒരു അബ്ദുൾ സമദ് പൂക്കോട്ടൂർ നമുക്കൊപ്പമുണ്ട്.